ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഓടി വന്ന് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്തിട്ട് വേണം കേട്ടോ കാണാനായിട്ട്. അല്ലാത്ത കൂട്ടുകാർക്കും കാണാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാനിന്ന് ഉണ്ടാക്കിയത് ഉപ്പുമാവാണേ. ഉപ്പുമാവും ചായക്കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. പിന്നെ ഇന്ന് നന്ദമോൾക്ക് ചെറിയൊരു പരിപാടിക്ക് പോയതാണ്. പിന്നെ അബി ഉണ്ട് ഇവിടെ, നായ്ക്കുട്ടികളെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കേണ്ട ആൾ. അപ്പോൾ ഞാനിന്ന് മാന്തളാട്ടോ കറി വയ്ക്കാൻ പോണേ. മാന്തൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയോ, നങ്ക് എന്നും പറയും, ഞങ്ങൾ മാന്താന്നാട്ടോ പറയാം. മാന്തൾ എന്നൊന്നും പറയാറില്ല, മാന്താന്നേ പറയുള്ളൂ. പക്ഷേ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാട്ടോ മാന്തൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ അടുപ്പിൽ തന്നെയാട്ടോ വെച്ച് ഉണ്ടാക്കുന്നത്. ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ഇട്ട് ഇഞ്ചിയും എല്ലാം ഇട്ട് തക്കാളി ഉള്ളി പച്ചമുളക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പുറത്തെ ചെമ്പിൽ ചോറുണ്ട് കേട്ടോ. ഞാൻ ചോറ് രാവിലെ അരി അടുപ്പത്തിട്ടതാണ്. നല്ല വേവുള്ള അരി ആയതുകൊണ്ട് വേവാൻ നല്ല താമസം. അപ്പോൾ അത് വെന്തിട്ട് ഈ കറി ഉണ്ടാക്കലും ഉപ്പേരി ഉണ്ടാക്കലും ഒന്നും നടക്കില്ല എന്നൊക്കെ മനസ്സിലായപ്പം ഞാനത് അപ്പുറത്തെ അടുപ്പിലേക്ക് ഇറക്കി വെച്ചു കേട്ടോ. ഇനി കുറച്ചുകൂടി വേവാനുള്ളൂ. അപ്പോൾ ഇതൊക്കെ വെക്കണ ആ ചൂടും കൂടി അതിമിലേക്ക് ഏറ്റിട്ട് അതവിടെ കിടന്നു വേവാവട്ടെ വിചാരിച്ചിട്ട് ഞാൻ ചട്ടിയിൽ കറി വെക്കാൻ വേഗം പ്ലാൻ നോക്കിയതാണ് കേട്ടോ. കാരണം എനിക്ക് ഒരുപാട് തുണിയൊക്കെ തിരുമ്പാണ്ട്, പിന്നെ ഉച്ചയാകുമ്പോഴേക്കും നമ്മളെ പണി കഴിയുകയും വേണം. ലൈവ് ഇടാവുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ അടുക്കളയിൽ നിന്നും എല്ലാ പണിയും കഴിഞ്ഞ് ഒന്ന് കയറണം. അപ്പോൾ ഞാൻ ചോറ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേഗം കറീൻ്റെ പണി നോക്കുകയാണ്. അപ്പോൾ മീനൊക്കെ മുറിച്ച് വെച്ചിന് കേട്ടോ, മാന്ത മുറിച്ച് വെച്ചിന്. അപ്പോൾ അതിലേക്ക് വേണ്ട മസാല നമ്മൾ റെഡിയാക്കുകയാണ്. എന്നും ചെയ്യണ പോലെ തന്നെയാണ്, ചെറിയ ചെറിയ കറികളും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ഇത് വലിയൊരു റെസിപ്പിയാണെന്നൊന്നും ഞാൻ പറയണില്ല. ഞാൻ വീട്ടിൽ ചെയ്യുന്ന ചെറിയ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വ്ളോഗായിട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അത് കാണാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ട്, വീഡിയോ കാണുന്നുണ്ട്, സപ്പോർട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മസാല ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് പുളി ഇട്ട വെള്ളം കുറവാണ്, അപ്പോൾ രാത്രിത്തേക്കും കൂടി വേണ്ട കറിയില്ല. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടോ. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് മൂടി വെക്കണം. ചെറിയൊരു മാന്തക്കറിയും പിന്നെ ഒരു ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയാണ്. അപ്പോൾ ബീട്രൂട്ടൊക്കെ മോൻ വാങ്ങിക്കൊണ്ടേ തന്നിന്. അപ്പോൾ ഞാൻ ഈ മാന്തക്കറിയിൽ തേങ്ങ അരയ്ക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ തേങ്ങ കുറച്ച് ചിരവി കുറച്ച് ഉപ്പേരിയിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ച്, പിന്നെ 2 ചെറിയ ഉള്ളി പൊളിച്ചിട്ടാണ്, പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത് ഞാൻ അന്ന് സിനിമാട്ടം ചെയ്തത് കണ്ടിട്ടാണ് ചെയ്യണം കേട്ടോ. ഞാൻ ഇങ്ങനെ അരക്കലില്ല, മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ടിട്ട് അരക്കലില്ല. സാധാ ഇതേപോലെ ഉള്ളി ഇട്ടിട്ട് തന്നെ അരക്കൽ. അങ്ങനെ ഞാൻ അതൊക്കെ അരച്ചെടുത്തിട്ടോ. അപ്പോൾ നമ്മളെ കറി തിളച്ച് വന്നിട്ട് ഇനി അതിലേക്ക് മാന്തട്ട് കൊടുക്കണം. ഇതിന് വലിയ വേവൊന്നും ഇല്ലല്ലോ. അപ്പം നല്ലോണം നമ്മളെ കറി തിളച്ചിട്ട് വെള്ളം കുറച്ചൊന്ന് വറ്റണം, എന്നിട്ട് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുള്ളൂ. ഞാൻ അങ്ങനെയായിട്ട് ഇട്ട് കൊടുക്കൽ. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി അതൊന്ന് നല്ലോണം വെട്ടി തിളച്ചിട്ട് വേണം നമുക്ക് ഈ തേങ്ങ ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ല തീയാട്ടോ അടുപ്പിൽ, അതുകൊണ്ട് തന്നെ നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് കഴിയും. അതുകൊണ്ടാണ് ഞാൻ ഈ അടുക്കളയിൽ ഈ അടുപ്പ് ഇങ്ങനെ കത്തിക്കുന്നത് കേട്ടോ. രാവിലെ അടുപ്പ് കത്തിച്ചിടും വെള്ളം ചൂടാക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ആ തീ കെടുത്താതെ തന്നെ അതുമ്മൽ ഓരോരോ പണികൾ എടുത്തുകൊണ്ടിരിക്കും. രാവിലെ അത്യാവശ്യം നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ചില സമയം നന്ദുമോൾക്ക് ചൂടുവെള്ളമൊക്കെ വേണം മേലെഴുകാനായിട്ട്. അപ്പോൾ രാവിലെ തന്നെ വെള്ളമൊക്കെ ചൂടാക്കി വെക്കും. അപ്പോൾ എന്തായാലും നമ്മളെ കറി മീനൊക്കെ ഒന്ന് തിളച്ച് വെന്തപ്പോൾ ഞാൻ വേഗം തേങ്ങ അരച്ച് വെച്ചത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നു കേട്ടോ. മാന്തക്കറി തേങ്ങ അരച്ചിട്ടും വെക്കും, തേങ്ങ അരയ്ക്കാതെ വെക്കും. പക്ഷേ ഈ മീനായതുകൊണ്ട് ഇന്ന് നായ്ക്കുട്ടികൾക്ക് ചോറ് തിന്നാൻ കഴിയൂല. അപ്പോൾ നമ്മൾ ഓർക്ക് വേണ്ടിയിട്ട് മോൻ കുറച്ച് ചിക്കൻ വാങ്ങി കൊണ്ടുവന്നണേ. അപ്പോൾ അത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളെ കറി വെന്ത് അതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇല കഴുകിയത് ഇട്ട് കൊടുക്കണം കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ മാന്തയ്ക്ക് ഓവർ വേവൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മളെ കറി ഇവിടെ സെറ്റായി. ഇനി ഇതങ്ങോട്ട് ഇറക്കി വെക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇവിടെ ബീട്രൂട്ടും അരിയുണ്ട് കേട്ടോ. ബീട്രൂട്ട് 3 എണ്ണം ഉണ്ട്, 3 എണ്ണം ഉപ്പേരി വയ്ക്കാൻ എടുക്കുക കേട്ടോ. 1 ഇവിടെ ഉണ്ടേനി, പിന്നെ 2 എണ്ണം മോൻ പോയി വാങ്ങി കൊണ്ടുപോയി തന്ന്. അപ്പം എന്നാൽ പിന്നെ ഒന്നുള്ളത് കേടായി പോവില്ലല്ലോ, അത് അങ്ങോട്ട് ചിലവായിക്കോളും. അങ്ങനെ നമ്മളെ കറി ഇവിടെ റെഡിയായി. കറി ഇറക്കി വെക്കട്ടെ, എന്നിട്ട് ബാക്കി ബീട്രൂട്ടും കൂടി അരിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് എന്താ പറയുക പെട്ടെന്നുള്ള ഓരോരോ പണികളാട്ടോ. അപ്പോൾ ഈ തീ അടുപ്പിൽ വെറുതെ പോകണേരം കൊണ്ട് ആ ചോറും ചെമ്പ് ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ ഇറക്കി വെക്കും. ചോറും ചെമ്പ് ഇറക്കി വെക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വേവാണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ നല്ല കത്തണടുപ്പല്ലേ, അതിലേക്ക് നിൽക്കട്ടെ. ഉപ്പേരീൻ്റെത് അരിഞ്ഞ് കിട്ടാൻ കുറേ സമയം എടുക്കും. അപ്പോൾ അത് അരിഞ്ഞ് കിട്ടണ വരെ ഈ ചോറ് അവിടെ കിടന്ന് വേവട്ടെ. റേഷൻ കടയിലെ അരി തീർന്നതിന് ശേഷമേ ഈ അരിയാണ് എടുത്ത് വെക്കലിപ്പം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി വേഗം ബീട്രൂട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ബീട്രൂട്ടിൻ്റെ ഉപ്പേരി ഇവിടെ മക്കൾക്കും ഇഷ്ടമാണ് കേട്ടോ. കേബേജും ഇഷ്ടമാണ്. പയറിനോട് വലിയ താല്പര്യമില്ല, പക്ഷേ എനിക്ക് പയറും നല്ല ഇഷ്ടം.
അങ്ങനെ നമ്മൾ ഉപ്പേരിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അടുക്കളയിൽ ഇങ്ങനെയുള്ള ചെറിയ വിശേഷങ്ങളൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. കുറേ കൂട്ടുകാർക്ക് നല്ല നല്ല അഭിപ്രായങ്ങളുണ്ട്. പിന്നെ ബാഡ് കമൻറ്റ് അങ്ങനെ ഈ നമ്മുടെ കുക്കിംഗ് വ്ളോഗിന് അങ്ങനെ വരലില്ല. കുക്കിംഗ് വ്ളോഗ് എന്ന് വെച്ചാൽ വലിയ വ്ളോഗൊന്നുമല്ല കേട്ടോ. അപ്പോൾ പാപ്പുമോളെ കുളിപ്പിച്ചിട്ട് ഓൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. പാപ്പുവിനെ ഇടയ്ക്കിടയ്ക്ക് കുളിപ്പിക്കാഞ്ഞാൽ ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പോൾ നമ്മൾ പാപ്പുവിനെ ഒന്ന് കുളിപ്പിച്ച് ഓൻ കൂട്ടിലൊക്കെ ഇട്ട് പിന്നെ ഞാൻ അകത്ത് കെട്ടി ഫാനൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ഓനെ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാണ് കുളിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ നായ്ക്കുട്ടികൾ അവന് ലീവുള്ള ദിവസമൊക്കെ നായ്ക്കുട്ടികളെ കുളിപ്പിക്കും കേട്ടോ. അല്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിലൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മളെ ചോറൊക്കെ വെന്തണേ, ഇനി അതൊന്ന് ഊറ്റി റെഡിയാക്കണം. നമ്മൾ പാത്രം ചൂടാക്കണത് അകത്ത് വെള്ളം വറ്റിക്കാനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ അത് രാത്രിത്തേക്കും കൂടിയുള്ള ചോറായതുകൊണ്ട് കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് വെക്കണത്. അല്ലെങ്കിൽ രാത്രിയാകുമ്പോഴേക്കും നമുക്ക് ചോറ് കേട് വരും. അപ്പോൾ ഇനി എന്തായാലും ഉപ്പേരി ഉണ്ടാക്കണം. നമ്മൾ ബീട്രൂട്ടൊക്കെ അരിഞ്ഞെടുത്ത് റെഡിയായിട്ടോ. അപ്പോൾ വേഗം ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചീനച്ചട്ടി ചൂടാവണതിനനുസരിച്ച് അതിൽ വെള്ളം വറ്റി വരുമ്പോഴേക്കും അതിലിങ്ങനെ കുഞ്ഞു കുഞ്ഞു വെള്ളത്തുള്ളികൾ കാണുമ്പോൾ ഭയങ്കര പൊറുതിയേടാട്ടോ. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ എടുത്ത് അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇങ്ങനെ എന്താ പറയുക ചെരിച്ചു കൊടുക്കും കേട്ടോ ചീനച്ചട്ടി. ആ വെള്ളം അങ്ങനെ കത്തി പോകണ വരെയുള്ള ക്ഷമ എനിക്കുണ്ടാവില്ല. കാരണം വേഗം വേഗം പണി കഴിയണ്ടേ, അതിനാണ് വേഗം അങ്ങനെ ചെയ്യണത്. അല്ലെങ്കിൽ നമ്മളെ തീൻ്റെ ചൂട് ഏൽക്കേണ്ട താമസം അത് പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ തീ നല്ല സ്ട്രോങ് ആയിട്ട് കത്തി, വിചാരിച്ചാലും സ്ട്രോങ് ആയിട്ട് കത്തിപ്പോയി. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പിന്നെ അതിലേക്ക് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തനെ. ഇനി അതൊന്ന് വഴറ്റി ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് അരിഞ്ഞു വെച്ച ബീട്രൂട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ബീട്രൂട്ട് ഇട്ട് കൊടുത്താൽ എന്താ പറയുക, ആവിയിൽ വേവിക്കുകയും ചെയ്യാം. വേണമെങ്കിൽ ഒരു തുള്ളി വെള്ളം കുടഞ്ഞു കൊടുക്കാം കേട്ടോ. ഞാൻ വെള്ളം കുടഞ്ഞു കൊടുക്കലുണ്ട്, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോവും. അപ്പം 3 ബീട്രൂട്ടും അരിഞ്ഞതുണ്ട്. അതൊന്ന് രാത്രിത്തേക്കും കൂടി വേണ്ടിയിട്ടാട്ടോ. ഉച്ചക്കത്തേക്ക് മാത്രമല്ല, ഉച്ചയ്ക്ക് ഞാൻ മാത്രമല്ലേ ഇവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇന്ന് മോനുണ്ട്, നന്ദുമോളൊന്നൊരു ചെറിയ പരിപാടിക്ക് പോയതാണെന്ന് പറഞ്ഞ് വൈകുന്നേരമാവും വരാനായിട്ട്. സിനേട്ടൻ പണിക്കുപോയി, അമ്മ പണിക്കുപോയി, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ചെറിയ അടുക്കളയിൽ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങളെ. അപ്പോൾ അത് ഞാൻ എന്തായാലും ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റാക്കി ഇനി നമുക്ക് മൂടി വെക്കണം. ഇനി ഇത് മൂടി വെച്ച് നല്ല അടിപൊളി കണലുണ്ട് കേട്ടോ അടുപ്പത്ത്, അടുപ്പിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ കണലിൽ നല്ല അടിപൊളിയായിട്ട് വെന്തോളും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി കത്തിച്ച് കൊടുക്കണമെന്നും വിചാരിക്കാറില്ല. കണലിൽ വേവുമ്പോൾ നമുക്ക് കരിയാതെ കിട്ടും കേട്ടോ നമ്മളെ ഉപ്പേരിയൊക്കെ. തീ ഓവറായിട്ട് കത്തുമ്പോൾ ഉപ്പേരി ചിലപ്പോൾ അടിയൊക്കെ കരിയും. എന്തായാലും ചായേൻ്റെ എന്താ പറയുക ഒരു ദാഹം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരും കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടൻ ചായ കുടിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം രാവിലെ ചായ മധുരം ഇട്ട് വെക്കണേ, അത് ഞാൻ ആ അടുപ്പിൻ്റെ അവിടെ ഇങ്ങനെ എപ്പോഴും ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കും. അപ്പോൾ ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് എന്താ പറയുക കുടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോഴാണ് മോൻ കൊണ്ടുവന്ന ചിക്കൻ എടുത്തിട്ട് നായ്ക്കുട്ടികൾക്ക് മഞ്ഞൾപ്പൊടി ഇടാൻ വേണ്ടിയിട്ട് എടുത്തതേ. ഇത് 2 നേരത്തേക്ക് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇടാൻ വിചാരിച്ച്. കുറച്ച് ദിവസമായിട്ട് ചിക്കൻ അങ്ങനെ കൊടുക്കലില്ല. പക്ഷേ ഇന്നലെ രാത്രിയിൽ കോഴിപ്പാട്സിൻ്റെ ഇത് വാങ്ങിയിട്ട് ചോറ് കൊടുത്ത് അവർക്കിങ്ങനെ മത്തി അയില ഇതൊക്കെ ഇടയ്ക്ക് കൊടുക്കുമ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചിക്കനും കൊടുക്കണതാണ്. അപ്പം അങ്ങനെ അങ്ങോട്ട് ചിക്കൻ വാങ്ങി കൊടുക്കലില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ചിക്കൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് ഓർക്കും കൊടുക്കണം. അങ്ങനെ ഇപ്പം നമ്മളെ ഉപ്പേരി ഇങ്ങനെ ഏകദേശം വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്, വെന്ത് കഴിഞ്ഞ്. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ച് ഇനി നമ്മളെ ചീനച്ചട്ടി വെച്ച് അതിൽ ചിക്കനൊക്കെ കഴുകി റെഡിയാക്കി ഇട്ടതാട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത്യാവശ്യം നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കും. ആ കണലിൽ കിടന്നവിടെ വേവട്ടെ വിചാരിച്ചിട്ട്. പക്ഷേ ഞാനൊരു വിറക് വെച്ച് കൊടുത്തിട്ടോ. അപ്പോഴേക്കും എനിക്ക് തിരുമ്പാനും ഇറങ്ങണം. സമയം 12 മണിയൊക്കെ കഴിഞ്ഞിട്ടോ. പണി എങ്ങനെ എടുത്താലും പണി കഴിയൂല. എത്ര നേരത്തെ അടുക്കള കയറിയാലും പണി കഴിയില്ല, എന്താ അറിയില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ യൂട്യൂബ് ഒന്ന് ശ്രദ്ധിക്കാനും വാട്സപ്പ് ഒന്ന് നോക്കാനൊക്കെ പോകും കേട്ടോ. അതൊക്കെ ആയിരിക്കും. അതൊന്നും നോക്കണമല്ലോ, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും മെസ്സേജും കാര്യങ്ങളും വരും. യൂട്യൂബിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ റിപ്ലൈ കമൻറ്റ് അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ പോയി വായിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ കുറച്ച് ഇരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പണിയെടുക്കും. പിന്നെ പണി ഇപ്പം കഴിയണം എന്നുള്ളൊരു നിബന്ധനയൊന്നും ഇല്ലല്ലോ. ഞാൻ എൻ്റെ സമയമാകുമ്പോഴേക്കും അങ്ങനെ കഴിച്ചെടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ആ പണിയും കഴിഞ്ഞ് നമ്മളെ ചിക്കൻ വേവലും നടക്കും. അങ്ങനെയായി കുറച്ച് പാത്രം, ആ പാത്രം ഒന്ന് കഴുകിയെടുക്കുക വിചാരിച്ചിട്ടോ. ഞാൻ ആദ്യമൊക്കെ പുറത്ത് വെച്ചിട്ടാട്ടോ പാത്രമൊക്കെ കഴുകൽ. ഈ അടുക്കളയിൽ സിങ്കും ഇതൊന്നും ഇല്ലാത്തൊരു സമയത്ത് കേട്ടോ. ഈ അടുക്കള തന്നെ അല്ല, ആദ്യത്തെ വീടാവണ സമയത്ത് രാത്രിയായാലും പാത്രങ്ങളെല്ലാം പുറത്തേക്ക് കൊണ്ടുപോയി വെച്ചിട്ട് കഴുകി വെക്കും. എത്ര രാത്രി നേരം വൈകി ചോറ് തിന്നാണെങ്കിലും പുറത്ത് പാത്രങ്ങൾ കൊണ്ടുവച്ച് കഴുകിയിട്ടാണ് കിടക്കലൊക്കെ കേട്ടോ. അതുപോലെ തന്നെ രാവിലെ എണീച്ചാലും ഒരു ബേസിൽ പാത്രം അങ്ങോട്ട് എടുത്തിട്ടിട്ട് പുറത്ത് കൊണ്ടുവച്ചിട്ട് എല്ലാ പാത്രങ്ങളും തേച്ച് നന്നാക്കി
എന്നിട്ടൊക്കെയാണ് രാവിലെ അടുക്കളയിലെ പണിയൊക്കെ തുടങ്ങൽ കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ ഈ വോയിസ് തെറ്റാൻ കാരണം ഈ നന്ദു എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് കശപ്പിശ ഉണ്ടാക്കുക കേട്ടോ ഗൈസ്. നന്ദുമോളിൽ നിന്ന് ചെറിയൊരു പരിപാടിക്ക് പോയിട്ട് സമ്മാനം കിട്ടിയില്ലേ, അതും കൊണ്ടത്. അപ്പം ഞാൻ ഈ വോയിസ് കൊടുക്കണതിൻ്റെ ഇടയിൽ കൂടി വന്ന് ഇവിടെ പിത്തന ഉണ്ടാക്കുക. അതാണ് ഞാൻ ഈ തേച്ച് കുളിച്ചെന്നൊക്കെ ഇടയ്ക്ക് വോയിസ് വിട്ടുപോയത് കേട്ടോ. ക്ഷമിക്ക് കൂട്ടുകാരെ, ക്ഷമിക്ക്. അങ്ങനെ പുറത്ത് കൊണ്ടുവച്ച് പാത്രം കഴുകണം കേട്ടോ. അപ്പോൾ എന്തായാലും ചെമ്പും കൂടി ഒന്ന് കഴുകാണ്ട് പൊടി. ഈ ചെമ്പ് ഞാൻ പുറത്ത് കൊണ്ട് വെച്ചിട്ടാട്ടോ സ്ഥിരം കഴുകൽ. ഞാൻ പിന്നെ ഇന്ന് സിങ്കിൽ വെച്ച് കഴുകാൻ വിചാരിച്ചു. കഞ്ഞിവെള്ളമൊക്കെ പുറത്ത് കൊണ്ടുപോയി ഒഴിവാക്കി വന്നിന്. എന്നിട്ടിത് സിങ്കിൻ്റെ അവിടെ വെച്ചിട്ട് തേച്ച് കഴുകട്ടെ. ഈ നന്ദു എൻ്റെ വോയിസ് കൊടുക്കണതെല്ലാം കലപിലാക്കി കൂട്ടുകാരെ. അതുകൊണ്ട് എൻ്റെ എല്ലാ എന്താ പറയുക, എല്ലാ അതും പോയി. അങ്ങനെ ചെമ്പ് തേച്ചൊക്കെ കഴുകി അതൊക്കെ ഒന്ന് നല്ലോണം വെള്ളം ഒഴിച്ച് ക്ലീൻ ആക്കി എടുക്കണ്ടേ എന്തായാലും. അപ്പം വോയിസ് കൊടുക്കണ ആ ഓളം അങ്ങോട്ട് പോയി എന്ന് തന്നെ പറയാമല്ലോ. ഭയങ്കര കഷ്ടമായിപ്പോയി. ഈ പെണ്ണ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തന്നെയാണ്. ഇവിടെ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്തേ ഞാൻ വോയിസ് കൊടുക്കുകയുള്ളൂ. പക്ഷേ ഈ നായക്കുട്ടികൾ കുറയ്ക്കണ കാരണം വോയിസ് കൊടുക്കാനും പറ്റില്ല. അങ്ങനെ എന്തായാലും പാത്രമൊക്കെ കഴുകി സിങ്കൊക്കെ വൃത്തിയാക്കി റെഡിയാക്കുക കേട്ടോ. സിങ്കൊക്കെ കഴുകി ഇനിയിപ്പോൾ ഇന്ന് ഇവിടെ വല്ലാതെ പണിയൊന്നുമില്ല. നമ്മൾ ഉച്ചയ്ക്ക് ചോറുന്ന ഒരു പാത്രമൊക്കെ ഇനി കഴുകാണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാം വൃത്തിയാക്കിയിട്ട് ഇനി തിരുമ്പാൻ അങ്ങോട്ട് ഇറങ്ങണം. എല്ലാം പുതർത്തി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, സോപ്പും പൊടി ഇട്ട് വെച്ചിന്. അപ്പം പെട്ടെന്ന് പോയി വേഗം തച്ച് കുത്തി ഒലിമ്പി അങ്ങോട്ട് ഇടുക. അപ്പം വലിയ ചളിയുള്ളതൊന്നുമല്ല, ദിവസവും ഒരുപാട് തിരുമ്പാണ്ടെങ്കിലും ചളി ഒരുപാടുള്ളതൊന്നുമല്ലല്ലോ. അങ്ങനെ ഇവിടെ തുടയ്ക്കുന്ന തുണികളും കാര്യങ്ങളൊക്കെ അവിടേക്ക് തിരുമ്പാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് ഇനി ഉണങ്ങിയ തുണി എടുത്തിട്ട് ഇവിടെയൊക്കെ ഒന്ന് തുടയ്ക്കും കേട്ടോ. ഇവിടെ ഇതുവരെ അടുക്കളയിൽ ഉപയോഗിച്ച് തുണി എടുത്തിട്ട് ഞാൻ തിരുമ്പാൻ അങ്ങോട്ട് ഇടും. എന്നും അങ്ങനെ കേട്ടോ. അടുക്കളയിലെ പണി കഴിഞ്ഞാൽ ഞാൻ നമ്മൾ തുണി കൂട്ടി പിടിക്കാൻ എടുക്കുന്ന ആ തുണിയൊക്കെ അങ്ങോട്ട് കഴുകാനായിട്ട് എടുക്കും. അങ്ങനെ ഇന്നത്തെ എൻ്റെ പണി ഏകദേശം റെഡിയായി. ചിക്കൻ ഇതാ മഞ്ഞൾപ്പൊടിയിൽ കിടന്ന് വേവണ്. ഇനി ഇത് വെന്തിട്ട് അവർക്ക് ചോറ് കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് തിരുമ്പാൻ ഇറങ്ങും. അല്ലെങ്കിൽ ഞാൻ തിരുമ്പി കുളിക്കണവരെ അവർ വിശന്ന് അവിടെ ഇരിക്കും. അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ ചോറ് കൊടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ, സീ യു ഗൈസ്.